ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ തഹിയ ഫണ്ട് സമ്മേളനം നടത്താനാണെന്നല്ല. സമ്മേളനത്തിനുള്ള ചെലവിലേക്കല്ല. അതിന്റെ സ്റ്റേജ് കെട്ടാനോ അതിലുള്ള കസേര വിരിക്കാനോ പന്തലിടാനോ അവിടുത്തെ മറ്റുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഈ പണം നീങ്ങുകയില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനി ദഅവത്ത് മാത്രമാണ്. അപ്പൊ എനിക്ക് 1000 ഉറുപ്പ്യ എടുത്തിട്ട് തമിഴ്നാട്ടിൽ ഒരു മദ്രസ ഉണ്ടാക്കാൻ കഴിയില്ല. എനിക്കൊരു 100 ഉറുപ്പ്യ എടുത്തിട്ട് പിന്നെ വേറെ സ്ഥലങ്ങളിൽ എനിക്കൊരു മദ്രസ പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. ഒരു ചാക്ക് സിമന്റ് പോലും 100 ഉറുപ്പ്യ കൊണ്ട് കിട്ടൂല. പക്ഷേ നമ്മളൊരു 10 പേര് ഒരുമിച്ച് കൂടി 100 രൂപ എടുത്താൽ അത് 1000 രൂപയായി. 1000 രൂപക്ക് 2.5 ചാക്ക് സിമന്റ് വാങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അങ്ങനെ പല ആളുകളും എടുത്ത് ധാരാളം സിമന്റും കമ്പിയും ചേർത്ത് കല്ലും മണ്ണും ഉപയോഗിച്ച് ഒരു മദ്രസ ഉണ്ടാക്കി അവിടെ പ്രദേശത്തിലുള്ള ആളുകൾക്ക് ദീനീ കാര്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദിനെ നിർത്തി അവിടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊരു 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബല്ലേ വല്യോന്, നമ്മൾ നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമുക്കതിന്റെ തവാബ് കിട്ടിക്കൊണ്ടിരിക്കൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികള് ചൊല്ലുന്ന ഫാത്തിഹകൾ, അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്തിനേറെ അത് മദ്രസ വിട്ടുപോകുന്ന സമയത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഇവരൊക്കെ 6 അടി മണ്ണിലാണ് ഓലൊക്കെ ഖബറിലേക്ക് ഓല് പോലും അറിയാതെ എത്തിക്കൊണ്ട്